പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും ശ്രേഷ്ഠമേറിയത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോഴും പ്രതീക്ഷ കൈവിടരുത്, നോട്ടം ദൈവത്തിൽ നിന്നും മാറ്റരുത്. ദൈവം നിന്നോട് കൃപ ചെയ്യുവാൻ സമയമായിരിക്കുന്നു. ഒരു വചനം നമുക്ക് ധ്യാനത്തിനായി വായിക്കാം. 123 സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം. ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിങ്കലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളുടെയും കണ്ണുകൾ ക്രിസ്തുവിങ്കൽ നിന്ന് മാറ്റാൻ പാടില്ല. നിങ്ങളുടെ ഏതു പ്രശ്നത്തിനും പരിഹാരം ക്രിസ്തുവാണ്. രോഗമാകട്ടെ, കടബാധ്യതയാകട്ടെ, ശാപമാകട്ടെ, ഫാമിലി പ്രോബ്ലം ആകട്ടെ, എന്ത് വിഷയത്തിനും. അതുകൊണ്ടാണ് ലേഖനകർത്താവ് ലേഖനങ്ങളിൽ എഴുതിയത്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ ബൈബിൾ പഠിക്കുമ്പം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, പല വൈദ്യന്മാരാൽ ഏറിയോ ഒന്ന് സഹിച്ചു. അവിടെ രോഗത്തിന് മരുന്നില്ല, അവൾ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുക. അവൾ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. അവൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവിടെ കണ്ണുകളിൽ തെളിഞ്ഞത് എന്താന്ന് ഞാൻ പറയാം. ക്രിസ്തുവിന്റെ വസ്ത്രത്തിലൂടെ രോഗസൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത് അവൾ ആത്മക്കണ്ണുകളിലൂടെ കണ്ടു. ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടപ്പോൾ രോഗിയായവരുടെ ശരീരത്തിലേക്ക് ക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തി ഒരു സൗഖ്യമായി വെളിപ്പെട്ടു. വീണ്ടും വീണ്ടും ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ അവൻ നിന്നോട് ദിവസങ്ങളിൽ കൃപ ചെയ്യാൻ പോകുകയാണ്. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിങ്കലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നോട് കൃപ ചെയ്യും. എന്തു കാര്യത്തിന് നീ ദൈവത്തെ നോക്കിക്കൊണ്ടിരുന്നോ ആ കാര്യത്തിന് വ്യക്തതയുള്ള പരിഹാരം നിന്റെ കരങ്ങളിൽ എത്തുവാനും നിന്റെ ജീവിതത്തിൽ പ്രാപിക്കാനുമുള്ള സമയമായി ദൈവം നിന്നോട് സംസാരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നോട് കൃപ ചെയ്യും. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ മക്കളോട് കൃപ ചെയ്യണം. ഞങ്ങളുടെ നോട്ടം ലോകത്തിലോ പാപത്തിലോ ആയിപ്പോകാതെ ക്രിസ്തുവിൽ തന്നെ നോക്കി മുന്നോട്ട് ജീവിക്കാൻ കൃപ കൽപ്പിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്നോട് കൃപ ചെയ്യുവോളം കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാം. God bless you.